ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കയിൽ വമ്പൻ അടി നടക്കുകയാണ്. ട്രംപിന്റെ പല നടപടികളിലും ഉദ്യോഗസ്ഥർക്ക് കടുത്ത എതിർപ്പുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ട്രംപ് മുന്നും പിന്നും നോക്കാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അമേരിക്കയിലാകെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അതിനിടയിൽ ട്രംപിനോടുള്ള ജനപ്രീതിയും കുത്തനെ കുറഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇറാൻ യുദ്ധം വഴിത്തിരിവിൽ നിൽക്കെ നാവികസേനാ സെക്രട്ടറി ജോൺ ഫെലൻ പുറത്തായത് ട്രംപ് ഭരണകൂടവുമായുള്ള നീണ്ട ശീതസമരത്തിനൊടുവിലാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കീറാമുട്ടിയായി കിടക്കുന്ന ഹോർമുസ് പ്രതിസന്ധി പരിഹരിക്കാൻ നാവികസേന മുന്നിട്ടിറങ്ങിയ അതേ സമയത്താണ് ജോൺ ഫെലന്റെ പടിയിറക്കം. പെന്റഗണിലെ ആഭ്യന്തര സംഘർഷങ്ങൾ മറനീക്കി കാണിക്കുന്നതാണ് ഈ മാറ്റം. പ്രതിരോധ സെക്രട്ടറിയും പ്രസിഡന്റ് ട്രംപിന്റെ വലംകൈയുമായ പീറ്റ് ഹെഗ്സെറ്റ്, ഡെപ്യൂട്ടി പ്രതിരോധ സെക്രട്ടറി സ്റ്റീഫൻ ഫെയിൻബർഗ് എന്നിവരുമായി കടുത്ത സംഘർഷത്തിലായിരുന്നു ഫെലൻ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. തകർച്ച നേരിടുന്ന കപ്പൽ നിർമ്മാണ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കുന്ന കാര്യത്തിലും ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിലും നാവികസേനയുടെ ഭാവിയെക്കുറിച്ചുള്ള അഭിപ്രായത്തിലുമെല്ലാം ഫെലനും ഉന്നതരുമായി തർക്കമുണ്ടായിരുന്നു. ഔദ്യോഗിക അറിയിപ്പിന് മുമ്പ് തന്നെ പദവിയിൽ നിന്നും പുറത്താക്കുന്ന വിവരം പീറ്റ് ഹെഗ്സെറ്റ് ഫെലനെ അറിയിച്ചതായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. നാവികസേനയുടെ തലപ്പത്തുള്ള സിവിലിയൻ മേധാവി എന്ന നിലയിൽ നേവി, മറൈൻ കോർപ്സ് സേനകളുടെ ഭാവിയിലേക്കുള്ള മുന്നോട്ടു പോക്കിന് മേൽനോട്ടം വഹിക്കുക എന്നതായിരുന്നു സെക്രട്ടറി എന്ന നിലയിൽ ഫെലന്റെ പ്രധാന ചുമതല. ഇറാൻ യുദ്ധത്തിലെ നാവികസേനാ വിന്യാസം, മേൽനോട്ടം എന്നിവയിൽ സെക്രട്ടറിക്ക് നേരിട്ട് പങ്കില്ല. അതിനാൽ ഫെലിന്റെ പുറത്താക്കൽ ഇറാൻ യുദ്ധത്തെയോ നാവികസേനയുടെ പുതിയ ഇടപെടലുകളെയോ കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല. എങ്കിലും ഫെലിനെ പുറത്താക്കിയ സമയം നിർണായകമാണ്. നാവികസേനയുടെ ബജറ്റ് ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള വാർഷിക ഹിയറിംഗിന് മുന്നോടിയായാണ് ബുധനാഴ്ചയും ഫെലൻ സെനറ്റർമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. സെക്രട്ടറി ഫെലനെ പെട്ടെന്ന് പിരിച്ചുവിട്ടത് ആശങ്കാജനകമാണെന്ന് സായുധ സേനാ സമിതിയിലെ മുതിർന്ന ഡെമോക്രാറ്റും റോഡ് ഫെലൻ സെനറ്ററുമായ ജാക്ക് റീഡ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാൻ യുദ്ധത്തിന്റെ മധ്യത്തിൽ നേതൃത്വത്തിലുണ്ടാകുന്ന ഇത്തരമൊരു മാറ്റം നാവികർക്കും സേനാംഗങ്ങൾക്കും സഖ്യകക്ഷികൾക്കും ശത്രുക്കൾക്കും തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.